കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. പ്ലേറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള ഔട്ട്ലെറ്റിലാണ് ഈ വൈറൽ ഡിഷ് കിട്ടുന്നത്. നിങ്ങളൊന്ന് മെനു പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് വില വിവര പട്ടിക. അത്യാവശ്യം സീറ്റിംഗ് ഏരിയ ഉണ്ട്, വലിയ തിരക്കുണ്ടായാലും ഞങ്ങൾ ഭാഗത്തിന് പോയപ്പോൾ. ഇതാണ് ആ ഐറ്റം, ഫ്ലെയിം ഇൻഫ്യൂസ്ഡ് സ്റ്റീം ചിക്കൻ. 4 വ്യത്യസ്ത ഫ്ലേവറിൽ ഫുള്ളും ഹാഫ് പോർഷനിൽ കിട്ടും. ക്വാർട്ടർ പോർഷൻ ഇല്ലാത്തത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അതിന് 2 ഫ്രഷ് ലൈം ഓർഡർ ചെയ്തത് നല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇറ്റാലിയൻ ഹെർബ്സ് വെർഷൻ ആയിട്ടുള്ള ഫ്ലെയിം ഇൻഫ്യൂസ്ഡ് സ്റ്റീം ചിക്കൻ വന്നു. സംഭവം ഇങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. ആദ്യം തന്നെ ഒരു ഫ്ലെയിം ത്രോവർ വന്നിട്ട് ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ഫ്ലാംബേ പോലെ ചെയ്തെടുക്കും. സംഭവം നല്ല പ്രസൻറ്റേഷനാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള ടൈപ്പ് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്, ഡിഷാണ്. പക്ഷേ ഇതിലൊന്നും അല്ല കാര്യം. ഇത് കഴിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കഴിച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അനുപയ്ക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് വേറെ കാര്യം. ഓൾറെഡി കുറേ മണിക്കൂറുകൾ എടുത്ത് സ്റ്റീം ചെയ്ത ചിക്കനായതുകൊണ്ട് വേവിൻ്റെ കാര്യത്തിൽ ഒരു പരാതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമേ എനിക്ക് ഡൗട്ട് ഉണ്ടായുള്ളൂ. ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒറിഗാനോ ഇട്ടിട്ട് മുകളിൽ ഗാർണിഷ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു അറോമയാണ്. എങ്ങനെയുണ്ട്? ഒറിഗാമി അല്ല, ഒറിഗാമി എന്ന് പറയുമ്പോൾ ജാപ്പനീസ് മറ്റേ ഫോൾഡ് ചെയ്യണ സാധനമാണ്. മഷ്റൂം സോസാണ്. ഒരു അഫ്ഗാനി വൈബ് അല്ലേ, പക്ഷെ ഇത് ഇറ്റാലിയനാണ്. എനിക്ക് ഇറ്റാലിയൻ പാസ്തയാണ് ഓർമ്മ വന്നത്. മണമൊക്കെ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. കഴിച്ചു നോക്കട്ടെ. അനുപയ്ക്ക് ക്യാമറ കൊടുത്തുള്ള കുഴപ്പമില്ല, ഫുഡ് കാണിക്കാൻ എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. പാസ്ത ചിക്കൻ കഴിക്കണം. ഇത്രയും ലേസി ആയിട്ടുള്ള ക്യാമറമാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഫുഡ് പോലും ഫോക്കസ് ചെയ്യത്തില്ലെന്നേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. സംഭവം നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മസാലയൊക്കെയാണ്. പക്ഷെ ഒറ്റൊരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നി, ചിക്കനിലൊരു തരി ഉപ്പ് പിടിച്ചിട്ടില്ല. അതായത് വെറുതെ വേവിച്ചൊരു ചിക്കൻ കഴിക്കുന്ന ടേസ്റ്റാണ് അകത്തേക്ക്. പുറത്ത് അടിപൊളിയാണ്, പക്ഷെ അകത്ത് ഒരു പെർസെൻറ്റേജ് പോലും ഉപ്പില്ല. അത് ഞങ്ങൾക്കൊരു ടേൺ ഓഫാണ്. അപ്പം വേണ്ട പ്ലാസ്റ്റിക് മെറ്റൽ സ്പൈസി പെരി പെരി ഫ്രൈസ് വന്നു. മെക്കേൻ്റെ ഫ്രൈസാണ്, അതിൻ്റെ ക്വാളിറ്റി വേറെ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണ് മെക്കേൻസ്. അടിപൊളി സാധനം. 2 ഫ്രൈസ് അല്ലേ, അടിപൊളി. ചില്ലി മഗ്രബി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. ഫയർ ഗെയിംസ് ബിഗിൻ. ഹങ്കർ ഗെയിംസ് ആണ് അവസ്ഥ. നല്ലൊരു വേണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി ഇഷ്ടമായിരുന്നു. എന്നെ പോലെ എരിവ് ഇഷ്ടമുള്ള ആൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചാൻസ്. അല്ലേ, അടിപൊളി ഫ്ലേവർ. നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ വെള്ളം ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് തന്നു കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ എനിക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെടുന്നത്. ഇവരുടെ മറ്റേ ഉണക്ക ഇറ്റാലിയനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അത് നല്ല കാര്യമായിരുന്നു, പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റിയാണ്, ഫ്ലേവർ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. മറ്റേതൊരു പാസ്ത എഫക്റ്റ് ആയിരുന്നു. ഇതിൽ ആ ഒരു ഉപ്പ് കുറവിന് ഞാൻ അറിഞ്ഞൂല. ഇതിന് നല്ല ഫ്ലേവർ ഉപ്പുണ്ട്, ജ്യൂസിയാണ്. അത് മാത്രമല്ല ഇത് കഴിക്കും തൊട്ട് മുന്നേ പെരി പെരി ഫ്രൈസ് വെച്ച് ഇത് അത്യാവശ്യം നല്ല ഉപ്പും നല്ല പാകത്തിന് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഉപ്പില്ലായ്മ ഫീൽ എനിക്ക് ഉണ്ടായില്ല. നല്ല അടിപൊളി ടിഷ്യൂ പേപ്പർ ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. അത് ശരിയാണ്, നല്ല ഭയങ്കര ക്വാളിറ്റി. എനിക്കൊന്ന് കഴുകി തിരിച്ചു വെക്കാൻ തോന്നുന്നില്ല ആ അവസ്ഥ. ഒറ്റ പിടിക്കും. ഇത് സൂപ്പർ സാധനം. ഇതാണ് ബില്ലായിരിക്കുന്നത്. ഞാൻ പേ ചെയ്യട്ടെ. നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് എത്ര നാളായല്ലേ? അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ചില്ലി മഗ്രബി എന്ന് പറഞ്ഞ സാധനം സ്പൈസി ഫ്രൈസുമാണ്. മറ്റേതും ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാക്കി 2 സാധനങ്ങളാണ്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഡിഷുകളും നമുക്ക് ഇങ്ങനെ പെറുക്കി പെറുക്കി ഇനി എന്താ ഓർമ്മ പറഞ്ഞിട്ടെ, പണ്ടത്തെ ജെഫ് ബിരിയാണിയില്ല അഫ്ഗാൻ ചിക്കൻ, എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതുപോലെ തന്നെ മന്തി ലെവല് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് അറേബ്യൻ പാലസിലൊക്കെ കിട്ടുന്ന പോലെ അത്ര സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ. പിന്നെ മറ്റേലാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂംസ് ആട്ടോ യൂസ് ചെയ്തത്, നല്ല ഫ്രഷ് മഷ്റൂംസ് ആയിരുന്നു. ബട്ടർ മഷ്റൂമാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളി. എന്തായാലും സന്തോഷം. ഇവിടെ വന്ന് ഇനിയും കഴിക്കും എന്തായാലും. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വീഡിയോസ് കണ്ടിട്ടും ഭാഗ്യത്തിന് ഇത്തവണ അത് ഫ്ലോപ്പായില്ല. പൊതുവേ ആ തള്ളൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര വലിയ പറ്റാണ് പറ്റുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, സാധനം കൊള്ളാം, വേർത്ത് ഹൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്താണ്, വീട്ടുകാരെ കൊണ്ടുവന്നിട്ട് എന്തായാലും കഴിപ്പിക്കുന്നുണ്ട്. 2 വീട്ടുകാരെ ഇവിടെ കൊണ്ടുവന്ന് കഴിപ്പിക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും ഇഷ്ടം ഉറപ്പാണ്. കാരണം ഞങ്ങളെ കൂടുതൽ ഇതിൽ ക്രിട്ടിക്ക്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോട്ടെ, ബൈ ബൈ.